പാകിസ്ഥാൻ എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചോളം ഒരു പാകിസ്ഥാൻ അല്ല. നമ്മളെ സംബന്ധിച്ചോളം പാകിസ്ഥാൻ ഒരു വിശുദ്ധിയില്ല. പാകിസ്ഥാൻ എന്നതിന്റെ അർത്ഥം പാകിസ്ഥാനാണ്, വിശുദ്ധ ഭൂമി. ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് കാശ്മീരിന്റെ സിയാച്ചിൻ മലനിരകളുടെ അതിർത്തികൾക്കപ്പുറത്തേക്ക് പാകിസ്ഥാനിൽ ഒരു വിശുദ്ധ ഭൂമിയുമായി മുസ്ലിമീങ്ങൾക്കില്ല. മുസ്ലിമീങ്ങൾക്ക് ഒരു വിശുദ്ധ ഭൂമിയുണ്ട്. അത് മക്കയാണ്, അത് മദീനയാണ്, അത് ബൈത്തുൽ മുഖദ്ദസ് ആണ്. അവിടെ ഭരിക്കുന്നത് പർവേസ് മുഷറഫറായാലും ബേനസീർ ഭൂട്ടോയായാലും സിയാഉൽ ഹഖായാലും അവിടെ ഇമ്രാൻഖാൻ ആയാലും അവർക്കൊക്കെ മുസ്ലിമീങ്ങളുടെ ആലങ്കാരിക നാമമുണ്ടെങ്കിലും അവരോടൊന്നും ആലങ്കാരികമായോ ആധികാരികമായോ ആദർശപരമായോ ഇന്ത്യൻ മുസൽമാൻ ഒരു ബന്ധമില്ലെന്ന് മാത്രമല്ല, ഇന്ത്യ രാജ്യത്തിന് 100 കോടിയോളം വരുന്ന ജനങ്ങളെ ആണവായുധത്തെ പേടിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ മന്ത്രി പ്രഖ്യാപനം നടത്തുമ്പോ ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് പറയാനുള്ളത് സയ്യിദ് ആദിൽ ഹുസൈൻ ഷായെ മുൻനിർത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി ഈ പോകുന്നത് പോലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടാവുകയും അതിർത്തി നിലകളിലേക്ക് ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തിയെ കാക്കാൻ പൊതുജനങ്ങളെ റിക്രൂട്ട് ചെയ്യപ്പെടുകയും ചെയ്താൽ ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തിയെ സ്വന്തം മാതൃരാജ്യത്തിന് കാത്തുവെക്കാൻ വേണ്ടി ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് ഒരു അവസരം കിട്ടിയാൽ ഇന്ത്യ പാക് യുദ്ധത്തിന്റെ മറുഭാഗത്ത് നിന്ന് പാകിസ്ഥാന്റെ പതാകയും കയ്യിൽ പിടിച്ച് ചന്ദ്രക്കരയിലുള്ള തൊപ്പിയും കയ്യിൽ വെച്ച് താടിയും വളർത്തി AK-47 തോക്കുമായി പാകിസ്ഥാൻ പട്ടാളം കൂലു തക്ബീർ എന്ന് വിളിച്ചുകൊണ്ട് ഇന്ത്യയുടെ നേരെ ആക്രമണത്തിന് വന്നാൽ ആ സമയത്തതിന് മറുപടി കൊടുത്ത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയും പിടിച്ച് ഇന്ത്യയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് അവർക്കെതിരെ നിറയൊടിച്ചു പോരാടാൻ ഒരു അവസരം കിട്ടിയാൽ ഇന്ത്യൻ മുസ്ലിമീങ്ങൾ അതിന് തയ്യാറാവുകയും അത് തങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു കടപ്പാടായി സ്വീകരിക്കുകയും ചെയ്യുന്ന മാനസികാവസ്ഥയാണ് ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്കുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാനിത് പറയാൻ കാരണം നമ്മുടെ രാജ്യവും നമ്മുടെ അന്തരീക്ഷവും ഒക്കെ വല്ലാതെ കലാപകലുഷിതമാകുന്നു. നാം ഇവിടെ ദേശക്കൂറുകൾ ചോദ്യം ചെയ്യപ്പെടുന്നു. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരുട്ടിന്റെ ശക്തികൾ ഈ സമൂഹത്തിനെതിരെ വാളോങ്ങുന്നു, കേട്ടാറടക്കുന്ന തെറിയഭിഷേകം നടത്തുന്നു, നമ്മുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നു, ദേശസ്നേഹത്തെ ചോദ്യം ചെയ്യുന്നു. ആ സമയത്ത് ഒരു ഭാഗത്ത് സാമൂഹികപരമായ തകർച്ചകളുടെ നടുവിൽ നിൽക്കുമ്പോഴും മറുഭാഗത്ത് ഗാർഹികമായി സാമൂഹികമായി സാമുദായികമായി ഈ രാഷ്ട്രീയപരമായി വലിയ പ്രയാസങ്ങളിലൂടെ നമ്മൾ നടന്നു പോകുമ്പോഴും